സല്യൂട്ട് ഭാരതിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. കേരള സംസ്ഥാന സർക്കാർ, പുതിയതായി വരാൻ പോകുന്ന ഒരു സർക്കാർ, തെരഞ്ഞെടുപ്പിന്റെ മേളം കഴിഞ്ഞു. ഇതാ ഈ വരുന്ന 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ പോകുന്നു. ഇത്തവണ പതിവിന് വിപരീതമായി 2 മുന്നണികൾക്ക് പുറമെ മൂന്നാമതൊരു മുന്നണി കൂടെ കേരളത്തിൽ ഉണ്ട്. അത് BJP ആണ്. അപ്പോൾ ഇടതു മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി, BJP ഒറ്റയ്ക്കാണ് മൂന്നാം സഖ്യത്തെ നയിക്കുന്നത്. അപ്പോൾ സർ, എൻ്റെ ചോദ്യം, കോൺഗ്രസിൽ ഫലം പെട്ടിക്കുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന ഫലം പെട്ടിക്കുള്ളിലാണ്, പുറത്ത് വന്നിട്ടില്ല. അതിപ്പോൾ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു നേതൃത്വത്തിലേക്ക്, മുഖ്യമന്ത്രി കസേരയിലേക്ക് പിടിവലി, അതും സീനിയർ നേതാക്കൾ, നമ്മുടെ ജെൻസി കാലഘട്ടം, നമ്മുടെ ചെറുപ്പക്കാർ, പുതിയ കുട്ടികൾ, 90s ജെൻസി കുട്ടികളുടെ കാലഘട്ടത്ത് ഈ മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന ഈ കൂത്തിനെ നമുക്ക് എങ്ങനെ വിവക്ഷിക്കാൻ കഴിയും? സർ, കോൺഗ്രസിന്റെ ഗതി എന്തായിത്തീരും? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ താങ്കൾക്ക് എന്താണ് സർ ഇതിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്? ചൂണ്ടിക്കാണിച്ച് വളരെ കൃത്യമാണ്. നമ്മുടെ ബൈപോളാർ പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു. അതായത് LDF UDF എന്നുള്ള സംവിധാനം മാറിക്കഴിഞ്ഞു. ഇപ്പൊ ട്രൈപോളാർ പൊളിറ്റിക്സ് ആണ്. അതിനകത്തേക്ക് BJP കടന്നു വന്നിരിക്കുക. അവർ മൂന്നാം ശക്തിയായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് സംസ്ഥാനത്ത് ഏതാണ്ട് ശരാശരി 15% വോട്ടുകളുണ്ട്. 15, ചിലതൊക്കെ 20% വരും. അതിലും കവർ ചെയ്തു പോകുന്ന ചില 40ഓളം മണ്ഡലങ്ങളുമുണ്ട്. അപ്പൊ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് കേരളത്തിൽ ഇപ്രാവശ്യം നടന്നത്. ഇപ്രാവശ്യം അവരോടൊപ്പം VDJS ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അവരോടൊപ്പം 2020 എന്ന് പറയുന്ന, അതായത് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് കിറ്റക്സ് കമ്പനിയുടെ ഉടമസ്ഥൻ ശ്രീ സാബു M ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന, അവർ NGO ആയിരുന്നു, അവര് ഇവരോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ എറണാകുളം ജില്ലയിൽ വലിയ സ്വാധീനമുണ്ട് കേട്ടോ. വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് 2020. അയ്യപ്പദാസ് മുമ്പേ ആദ്യം സൂചിപ്പിച്ച ജെൻസി കുട്ടികളെയാണ്, ജെൻസി തലമുറയാണ് ശ്രീ സാബു അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അതേപോലെ തന്നെ സീരിയൽ നടിമാര്, അങ്ങനെയൊക്കെയുള്ള വളരെ സെലക്ട് ചെയ്തിട്ടുള്ള ഏതാണ്ട് 19ഓളം സീറ്റുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരും മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വരുന്ന സർവേകളും ചില ഒപ്പീനിയൻ നമ്മൾ പറയത്തില്ലേ, ചില അവിടെ നിന്നൊക്കെ ശേഖരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ അതിന്റെയൊക്കെ ആധികാരികത എത്രയുണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് മാധ്യമങ്ങൾ അത്തരം ചില സർവേ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ആ സർവേ റിപ്പോർട്ടുകളിൽ കുറെയൊക്കെ എണ്ണം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. കുറെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-75% പറയുന്നത് UDF-നാണ് സാധ്യത, അവര് തിരിച്ചു വരും. അതിന്റെ കാരണമെന്ന് പറയുന്നത് 10 വർഷമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം, നമ്മൾ ആന്റി ഇൻകംബൻസി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വാദം, അതേപോലെ തന്നെ ഇവരുടെ അഴിമതി, കെടുകാര്യസ്ഥത, പാർട്ടിയെ പിടിച്ചെടുക്കാൻ പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനം, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. അത് നമ്മൾ കണ്ടല്ലോ. പാർട്ടിക്കകത്ത് തന്നെയുള്ള തലമുതിർന്ന നേതാക്കന്മാരായ ശ്രീ G സുധാകരൻ അമ്പലപ്പുഴയിൽ ചാടി, അതേപോലെ തന്നെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന അതിനേക്കാട്ടിൽ മുതിർന്ന നേതാവ് പിന്നെ കണ്ണൂരിൽ പാർട്ടി വിട്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഒരിക്കലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാവശ്യം കാണുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ LDF-ന് ഒരു തുടർഭരണം കിട്ടുകയില്ല. അപ്പൊ കിട്ടാൻ പോകുന്നത് UDF-നായിരിക്കുമെന്നാണ്, അതായത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കായിരിക്കുമെന്നാണ്. അതിനവർ 2 കണക്കുകളെയാണ് ഉദ്ധരിക്കുന്നത്. അതായത് ഈ അടുത്ത സമയത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ LDF-നായിരുന്നു വലിയ സ്വാധീനം ഉണ്ടായിരുന്നത്. അവർ 100ഓളം സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്നത്. പക്ഷെ അതിനുശേഷം ഈ 4-4.5 വർഷത്തിനിടയിൽ ഈ സർക്കാരിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി. അല്ലാതെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അവിടെ LDF-ന്റെ കണക്കുകൾ നമ്മൾ വോട്ടിംഗ് ശതമാനം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാണ്ട് 60ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രമേ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മൾ അസംബ്ലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ. അതേസമയം UDF-ന് 80ഓളം അസംബ്ലി സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 80, 60, 140 അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത്. അപ്പൊ UDF-നായിരിക്കും ഇപ്രാവശ്യം ഭരണം കിട്ടാൻ പോകുന്നതെന്നാണ് വിലയിരുത്തലുകൾ ചില സർവേ റിപ്പോർട്ടുകളും പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ സർവേ റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് കോൺഗ്രസിനിടയിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ 24 ദിവസം ബാക്കിയുണ്ടല്ലോ, ഇതിനിടയിൽ ഇതാ കോൺഗ്രസ്സുകാർ കലാപരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസിന്റെ നിസ്സാരക്കാരല്ല,
ഒരു ബൂത്തിലുള്ള ഭാരവാഹിയോ സാധാരണ പ്രവർത്തനമൊന്നും അല്ല. KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളുകള്, MP മാര്, MLA മാര്, അങ്ങനെ തലമുതിർന്ന നേതാക്കന്മാരാണ് കലാപരിപാടി തുടങ്ങിയിരിക്കുന്നത്. അവര് കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഥവാ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അല്ല അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് കിട്ടുമെന്നാണ് കേട്ടോ. അവർക്ക് ഞങ്ങൾക്ക് ഇതാ ഭരണം കിട്ടിയിരിക്കുന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത്. അതെ. ജനങ്ങളുടെ മനസ്സിൽ എന്താണ്, ജനങ്ങൾ എന്താണ് ചെയ്തെന്നുള്ളത് ഈ 4-ാം തീയതി അറിയാൻ പോകുന്നുള്ളൂ. മെയ് മാസം 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷെ ഇതാ ഭരണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇവര് പറയുന്നത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണം ഞങ്ങൾക്ക് ഇതാ കിട്ടിക്കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരായിരിക്കണം, അതിലാണ് അവർക്ക് ഇപ്പൊ തർക്കം നിൽക്കുന്നത്. അപ്പൊ അവരാദ്യം കേട്ടത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന നേതാവ് എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവിനാണല്ലോ സ്വാഭാവികമായിട്ടും, അങ്ങനെയാണല്ലോ എല്ലാ ഭരണ സംവിധാനങ്ങളിലും ഉള്ളത്. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. ഇവിടെ VD സതീശനാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. 10-25 വർഷമായിട്ട് പറവൂരിൽ നിന്നുള്ള MLA ഒക്കെയാണ്. പക്ഷെ അത് ഇതുവരെ മന്ത്രി കസേരയിൽ വന്നിട്ടില്ല. ഒരു അധികാര സ്ഥാനത്തേക്ക് ശ്രീ VD സതീശൻ വന്നിട്ടില്ല. MLA ആയിട്ട് തന്നെയാണ് 25 വർഷം തുടർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഡ്രോബാക്ക് അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. അധികാര സ്ഥാനത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ഈ പറഞ്ഞ 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ വിജയിപ്പിച്ചു എന്ന നിലയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നേതാവ് എന്ന നിലയിലും സതീശനായിരിക്കും അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പിക്ചർ മാറിയിരിക്കുന്നു, മൊത്തം മാറിയിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു അവകാശി, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു അവകാശിയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പൊ അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് മറ്റൊരു ഭാഗത്തുനിന്ന് ഉയർന്നു വന്നത്. ഇപ്പൊ ഇതൊന്നുമല്ല, ഈ മത്സരിച്ച രണ്ടുപേരും അല്ലാതെ മൂന്നാമത് മറ്റൊരാള്, മത്സരിക്കാത്ത ഒരാള്, അതായത് നിലവിൽ MP ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഇപ്പൊ ഡൽഹിയിൽ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതായത് KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയുടെ ഹൈക്കമാൻഡിന്റെ സ്വന്തം ആളും എല്ലാ കാര്യങ്ങളുടെയും തീരുമാനമെടുക്കുന്ന ആളും ശക്തനായ ആള് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ്. ശരിയാണ്, KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരെ സഹായിക്കാനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ചില സൂചനകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നു. പക്ഷെ അദ്ദേഹം നിലവിലെ MP ആയതുകൊണ്ടും അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് ചുമതലയുണ്ടും അദ്ദേഹത്തിന് കേരളത്തിലേക്ക് മടങ്ങാൻ സാധിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ അല്ലാതെ മറ്റ് 2 വ്യവസ്ഥകളും വന്നിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ MP-മാര് മത്സരിക്കുന്നില്ല എന്നുള്ള കൂട്ടത്തിൽ ഒരു തർക്കം വന്നിരുന്നല്ലോ. സുധാകരൻ. പക്ഷെ സാർ, അത് സാർ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ സുധാകരൻ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്നതിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയമില്ലേ? സുധാകരന്റെ രാഷ്ട്രീയം തന്നെ മത്സരിക്കാൻ അനുവദിച്ചില്ല, തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ സുധാകരൻ KCക്ക് വേണ്ടി വാദിക്കുന്നത്? അതൊരു കൗശലമാണ് അയ്യപ്പദാസെ, അതിനകത്തൊരു ബുദ്ധിപരമായ ഒരു കൗശലമാണ്. എന്തായാലും എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഒരു പക്ഷെങ്കിൽ KC വേണുഗോപാലിന്റെ പേര് പറയാൻ കാരണം അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, എനിക്ക് ഡൽഹിയിലെ എന്റെ പേര് ക്ലിയർ ചെയ്ത് വന്നേനെ. പക്ഷെ കേരളത്തിൽ നിന്നുള്ള KPCCയുടെ ഭാരവാഹികൾ ആരോ ആണ് അതിനെ ഉടക്കിയെന്ന് വെട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഇടയ്ക്ക് ഒരു റിപ്പോർട്ടുള്ള ഒരു കത്തൊക്കെ ചാനൽ KPCC അധ്യക്ഷന്റേതെന്ന പേരില് സണ്ണി ജോസഫിന്റെ പേരിൽ ഒരു കത്ത് പ്രചരിക്കുന്നതായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അതായത് സുധാകരൻ അടക്കമുള്ള MP-മാർക്കൊന്നും നമ്മൾ ഇപ്രാവശ്യം ചാൻസ് കൊടുക്കണ്ട, അവരെ മത്സരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഇതിനകത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു കൗശലമായിരിക്കാം. അല്ലെങ്കിൽ KCയുടെ തലേ ദിവസം വരെ, 2 ദിവസം മുമ്പ് വരെ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞ ശ്രീ K സുധാകരൻ എന്തിനാണ് ഈ KC വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്നത്? അതാണ് മനസ്സിലാകാത്തത്. അപ്പൊ ബുദ്ധിപരമായ ഒരുപാട് നീക്കങ്ങളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോൺഗ്രസിനാണ് ഭരണം, UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ ഒരാഴ്ചക്കകം തീരുമാനിക്കണം. തീരുമാനിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. അതായത് ഞങ്ങൾക്ക് LDF-ആയിട്ട് സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് സീറ്റ് ഇച്ചിരി കുറഞ്ഞെന്ന് വിചാരിച്ച് അവരുമായിട്ട് സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തിരൂരിൽ ജില്ല അനുവദിക്കുക. അത് അവരുടെ ഒരു വലിയ ആവശ്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ് തിരൂര്. അത് ജനസംഖ്യയുണ്ട് അവിടെ കേട്ടോ, ജനസംഖ്യയുണ്ട്. തിരൂര് മലപ്പുറം ജില്ല വിഭജിച്ച് 2 ജില്ലയാക്കുക, മലപ്പുറവും തിരൂരും. തിരൂര് അനുവദിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ LDF-ആയിട്ട് സഹകരിക്കുന്നതിന് ലീഗിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പണ്ടും സഹകരിച്ചിട്ടുണ്ടല്ലോ അവര്. പണ്ട് മലപ്പുറം ജില്ല തന്നെ അനുവദിച്ചു കൊടുത്ത EMS-ന്റെ കാലഘട്ടത്തിലാണ് അല്ലേ അവർക്ക് സംവരണം അനുവദിച്ചു കൊടുത്തത്. ഒരുപാട് ആനുകൂല്യങ്ങൾ ലീഗിന് കിട്ടിയത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാലത്താണെന്ന്, ആ കാലത്താണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് LDF-ആയിട്ട് സഹകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പക്ഷെ ഇപ്പോഴവരുടെ മാന്യത കൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾ തൽക്കാലം UDF-നോടൊപ്പം തന്നെയാണ്, തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ,
വന്ന ശേഷം ഇത്തരത്തിലെ അടിയോ ബഹളങ്ങളോ ഒക്കെ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അടി കൃത്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇപ്പൊ തന്നെ ഇതിന് എവിടെ ചെന്ന് അവസാനിക്കുന്നത് പറയാൻ ഒക്കത്തില്ല. ഇപ്പൊ 3 നേതാക്കന്മാരുടെയും പേര് ഒരേപോലെ ഉയർന്നു നിൽക്കുകയാണ്. ഇവരെ ആരെയാ മാറ്റി നിർത്താൻ പറ്റുന്നത്? കെ.സി. വേണുഗോപാലിനെ പറ്റത്തില്ല, രമേശ് നേതാവിനെ പറ്റുകയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഒരു പക്ഷെങ്കിൽ ലീഗ് ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള മട്ടിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ്സുകാർക്ക് സ്വയം ഇങ്ങനെ തമ്മിൽ തല്ലി ഇത് അവസാനിപ്പിക്കാനാണോ? നമ്മളെ യാദവ കുലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ആയിരിക്കുമോ ഇവരുടെ കാര്യത്തിന്റെ ഒരു അവസാനമെന്നാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളുടെ ഒരു സംശയം. ഏതായാലും സാർ മറ്റൊരു വിഷയവുമായി സാറുമായി തുടർന്നും ഇരിക്കുന്നതാണ്. നന്ദി. താങ്ക് യു സാർ.